Hi friends. Hi. Very happy. After long year we are meeting. നമ്മളിപ്പോൾ 81-86 നമ്മൾ എസ് എം കോളേജിൽ പഠിച്ച സമയത്ത് നമ്മുടെ കൂടെ പഠിച്ച സതീഷ് ഇവിടെ വന്നിട്ടുണ്ട്. സതീഷ് എല്ലാം ഓർമ്മയുണ്ടാകും. നമ്മുടെ ജഗദീഷ് അല്ല കുമാർ കഥ വാങ്ങിപ്പോകും. ഏറ്റവും കൂടുതൽ അവിടെ ഒന്നല്ല കുമാർ കൃഷ്ണൻ ശരവണശേഖർ. എന്താ പറയാ, അപ്പൊ 81-86 നമ്മൾ എസ് എം കോളേജിൽ ആ ഒരു ലൈഫ് ഇപ്പൊ ഒന്നും തിരിച്ചു കിട്ടത്തില്ല. തിരിച്ചു കിട്ടാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതിന്റെ റെമിനിസൻസ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇവിടെ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ക്ലബ് പ്രാധാന്യമുള്ള ഒരു ക്ലബ്ബാണ്. കൊല്ലത്തെ ഒരു ലാൻഡ് മാർക്കാണ്. 1888 തുടങ്ങിയ ഒരു ക്ലബ്ബാണ്. നമ്മുടെ തിരുമംഗലൂർ മഹാരാജ രാജരവിവർമ്മ നമ്മുടെ കൊല്ലത്ത് വന്നപ്പോൾ 1888 കുറേ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഫിഗേഴ്സ് പുള്ളി മീറ്റ് ചെയ്തു. പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്തുവാ ഇവിടെ എല്ലാ ഇത്രയും പ്രബലരായ ആൾക്കാർ ഇന്നത്തെ നിങ്ങൾക്കൊരു ആസ്ഥാനമൊന്നുമില്ലല്ലോ. ഇന്ന് 2 സ്പോണിക സ്ഥലം അതിലെ പുള്ളിയുടെ ഒരു സജഷൻ അനുസരിച്ചാണ് ഇവിടെ കുറച്ച് പേർ കൂടി എല്ലാം കൂടെ ഈ ഒരു ക്ലബ്ബ് ഓൺ ചെയ്യും. രാമവർമ്മ അസോസിയേഷൻ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇതിൻ്റെ തീരുന്നത്. പിന്നെ ഏകദേശം ഒരു 18 വർഷം കുറച്ച് മുമ്പ് വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. 1905 രാജാ റാവു എന്ന് പറഞ്ഞു പ്രസിഡന്റ് വന്നു. അന്ന് ഇവരെല്ലാം തീരുമാനിച്ചു ഒരു 2 നില കെട്ടണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അങ്ങനെ ഒരു പ്ലാൻ കിട്ടും. ഒരു 6 മാസത്തിന് റെക്കോർഡ് അനുസരിച്ച് കൊല്ലത്തെ ഈ കൊല്ലത്തെ ഇന്ന് SMB പാലസിലെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ ആ കാലഘട്ടത്തിലെ ബിൽഡിങ്ങാണ്, ഹൈലൈറ്റ് ബിൽഡിങ്ങാണ്. അങ്ങനെ ഒരു 1905 ഒരു ക്ലബ്ബ് സ്ഥാപിക്കുകയും ഈ ക്ലബ്ബ് ഓൾ കേരളത്തിൽ തന്നെ അത് ഫേമസ് ആവുകയും ചെയ്യും. അതുപോലെ ദിവാൻ അന്നത്തെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദിവാൻ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗവൺമെൻറ് ഫിഗേഴ്സാണ് ഇപ്പോഴത്തെ ദിവാൻ ഇപ്പോഴത്തെ രാജാവ് ദിവാൻ സെക്രട്ടറി എല്ലാം സ്റ്റോറി തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിമാലയ പോലെ യൂറോപ്പ് ഓൺ റേഞ്ചിൽ മോൾഡ് റിസോർട്ട് ഉണ്ട്. അവിടെ വിന്റർ വരുമ്പോൾ കസ്റ്റമേഴ്സ് കുറയും. അതിൻ്റെ കറക്റ്റ് വരും ഓൺ ശാന്തി അവിടെ നിന്ന് സമ്മർ ഉള്ള താഴോട്ട് വാലിയിലോട്ട് വന്നിട്ട് തിരിച്ച് സമ്മർ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്ത് നമുക്ക് അങ്ങനെ ഈ ഓൺ വൈകിട്ട് മക്കൾ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അവർക്ക് കേത്തേക്കുണ്ട്. കേത്തയിലൂടെയും ഒരു അസിസ്റ്റൻ്റ് ചേർത്തിട്ട് അവർ പട്ടിയുണ്ട് സാപ്പ് ആണ് പട്ടിയുടെ പേര്. ഈ പിന്നെ അവിടെ ആളില്ലാതാവും. സ്നോ വൈറ്റ് സ്നോ സ്റ്റോമോ ഒക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെ വരുന്നത്. ഇതിൽ 3 പേരുള്ളതാണ്. ഈ പള്ളിയിൽ 2 പേരുള്ളതുകൊണ്ട് സമയം പോകുന്നു റെഡി. പിന്നെ അവിടെ തന്നെ ആഹാരം അവരെന്നെ പാചകം ചെയ്ത് ഞാൻ പോകുന്നു. ഇത് ഏകദേശം ഒരു 6 മാസത്തോളം വിന്റർ തുടക്കത്തിൽ പറ്റിയ കുഴപ്പമില്ല, കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പിന്നെ മെയ് കേട്ടേക്ക് അതിലൊരു റൈറ്ററുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളിയിൽ പോയിട്ട് റാപ്പിസോ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞു. ഒരു ദിവസം പോയ ആൾ തിരിച്ചു വരുന്നത്. തിരിച്ച് ഇടാൻ നോക്കുമ്പോഴത്തേക്ക് മറ്റേ ഈ അസിസ്റ്റന്റ് അതിനകത്ത് ടെൻഷൻ തുടങ്ങുന്നില്ല. ഒറ്റയ്ക്കാവുന്ന പോയ അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ 2 ദിവസം നേരം ദിവസം കഴിയുന്നവരും ഇയാളോട്ടിരിക്കുന്ന വെള്ളം എല്ലാം തീർക്കുന്നുണ്ട്. അപ്പം അയാൾ പിന്നെ രാത്രി ആവുമ്പോൾ പുറത്ത് നിന്ന് കാറ്റ് അടിക്കുമ്പോഴത്തേക്ക് ആയോ അടിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വരുന്ന പോലെ തോന്നുന്നു. അയാൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. പിന്നെ കാര്യങ്ങൾ കഴിക്കാൻ പറ്റാണ്ട് ഒരു രാത്രി പോയി അയാൾക്ക് ഡോർ തുറന്നോ വെളിയിൽ അറിയാമല്ലോ. ഇയാൾ ഡോർ തോട്ടുമ്പോൾ ഈ പട്ടി വെളിയിട്ട് വെളിയിലാരില്ല. പോയി വെളിയിലാരില്ല. ഡോർ അടക്കി പട്ടി പുറത്തു പോകും. പട്ടി വെളിയിൽ പോയാലും അയാൾ അറിയുന്ന ആളെ വീഴും. ഈ പട്ടി അടക്കി തരാനായിട്ട് വെളിയിൽ നിന്ന് ഓടിയത്
ഈ വീടിന് ചുറ്റുമില്ലാതെ അത് എന്ത് ഇയാൾ പട്ടി ഗോസ്റ്റാണ് ഇതാണ് ഇയാളെ പേരിൻ്റെ കൂടി ഇന്നാണ് അയാൾ വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ അയാൾ പേടിയാണ്. ഈ സ്റ്റോറി ഒരു ഭാഗത്തോട്ട് ഇവിടെ നിൽക്കുകയാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അപ്രോച്ച് ചെയ്ത് ഈ ബോയ ഫാമിലി തിരിച്ചു വരും. ഓണർ ഫാമിലി തിരിച്ച് അവിടെ സീസൺ എന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ് നോക്കുക ആദ്യം കാണുന്ന പറഞ്ഞാൽ ആ വീടിൻ്റെ അടുത്ത് ഫാമിലിൻ്റെ കെല്ലർ മാത്രമേ ഉള്ളൂ, വലിയ തുമ്പ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് വാതിൽ കെട്ടുന്നത്തേക്ക് അത് തുറക്കുന്നില്ല. അവർ പൊളിച്ച് അത് പൊളിച്ച് അത് കയറുമ്പോഴത്തേക്ക് അസ്റ്റേറിയത്തേക്ക് പട്ടി വെളിയില്ലാതെ കിടക്കുന്നു. താടി കുടിയില നീട്ടിയുള്ളത് കസേരത്തിൽ നിന്ന് പിന്നെ മോള് നോക്കി വിട്ടോ. ഇവർ വരുന്ന പോലും അറിയുന്നില്ല. അവർ ഡോക്ടറിനെ വിളിച്ച് കാൻപൂർ തേക്ക് അയാൾ ഇൻസൈനായിപ്പോയി. കാൻസൈനല്ല എത്തിപ്പോയി. പട്ടയാണ് കുറിച്ച് പറയുന്നില്ല സ്റ്റോറിയിൽ. അയാൾ ഇതിനകത്ത് നമ്മളിപ്പം ഈ ക്ലബ്ബ് കേക്കിലേക്ക് വളരെ ആ സമയത്ത് ഡൽഹി മോപ്പസനാണ്, ഫ്രാൻസിലെ ഡൽഹി മോപ്പസനാണ് ജയില് ചെയ്തത്. ഇതുമായിട്ട് റിലേറ്റഡ് അല്ലേ ഈ ഡേറ്റും ആ ഡേറ്റ് തമ്മിൽ ഏതോ ഒരു കോമ്പറ്റീഷൻ. ആ സ്റ്റോറിയുടെ എൻഡിങ് എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഒറ്റയ്ക്കായത് പോയെന്ന് മാത്രമാണ് അയാൾക്ക് പറ്റിയത്. അവരുടെ കൊടുക്കാനത് കമ്മിയായിട്ട് ഇതിനെ അയാൾക്ക് പറ്റിയാണ്. അപ്പം ലോൺലിനെസ് ഇപ്പോൾ ഒരു 1-2 വർഷം മുമ്പ് WHO വേൾഡ് ഓർഗനൈസേഷൻ ഈ ലോണിനെ ഒരു ഡിസീസായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇത്ര അപകടം പിടിച്ച ഒരു കാര്യമാണ് ഉള്ളത്. മനസ്സിലാക്കി അന്ന് അങ്ങനെ അറിയാതെ വന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാം ലിങ്ക് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു ട്രെയിൻ പോലെ ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാം. ഒറ്റയ്ക്ക് ഹൈവേടെ പണി ചെയ്താൽ നമുക്ക് കേരളത്തിൽ നിന്ന് എനിക്കിവിടെ വരാൻ 30-35 മാറും. അതുകൊണ്ട് നീ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നീ മാസത്തിൽ ഒതുക്കെ ഫ്ലൈറ്റ് വേണോ ആലോചിച്ചു നിൽക്കുക. ഏറ്റവും കൂടുതൽ ലോൺലിനെസ് സഫർ ചെയ്യുന്നത്. കാരണം അങ്ങനെ നമ്മളൊക്കെ വിളിച്ചാലേ കരുത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ കാര്യം കൊണ്ടാണോ ഫ്രണ്ട്സ് ഇതുപോലെ രണ്ടെണ്ണം ലോൺലെസ് ഒന്നും ഇല്ല. അയ്യോ ലോൺലെസ് ഇല്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും. ഒരു കാര്യം ഞാൻ എപ്പോഴാണ് ആലോചിക്കാം, നമ്മൾ റിട്ടയർമെന്റ് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും എൻഗേജ് ആയി ചെലവ് മാത്രമേ ഉള്ളൂ. കയ്യിൽ നിന്ന് കാശ് പോകുന്ന കാലം ഇങ്ങോട്ട് വരുന്ന അവാർഡൊക്കെ കിട്ടും. ഈ 2 ബോർഡ് ഇപ്പൊ വന്നിട്ട് അപ്പൊ ഇനി എന്ത് ചെയ്യുക? ഡാലാസറ് തീർന്നു, റോട്ടറി അത് പൈസ ഒരുപാട് കാശ് കിട്ടും. അല്ലേ RBC പൈസ ഈ റോട്ടറി ലയം അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഒരു സമയം പോകും. ടീമിനെ നല്ല അപ്രിസിയേഷൻ എന്തുണ്ട് ഇപ്പം അത് പറഞ്ഞ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഇതേപോലെ ഒത്തൊരുമിച്ച് കൂടണം. There should not be any loneliness among us. അതാണ് നമ്മൾ ചെയ്യാറ്. അതിനാണ് ഞാൻ പറയുന്നത് സതീഷ് കൂടെ വരണം, കുപ്പിയായിട്ട് വരണം. ചുമ്മാ
അത് വേറെ കാര്യം ചെയ്യും. ഓരോരു പത്ത് കുപ്പി വാങ്ങി കൊടുത്തു. അതിന്റെ പേരിൽ അതുപോലെ നമ്മളെ ബർത്ത്ഡേ പോയി ഈ റോഡ് പണി റെഡിയായാൽ കൂടെ വരും. പിന്നെ